വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് LSSനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഏതാണത്? ത്രൂ ഇന്ത്യ അല്ലേ, ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ നമുക്കറിയാം ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇന്ത്യയെക്കുറിച്ച് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സംസ്ഥാനങ്ങളെ പറ്റി അല്ലേ, സ്റ്റേറ്റ്സിനെ പറ്റിയൊക്കെ നമ്മൾ കാര്യമായിട്ട് തന്നെ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ട്സ്, കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ LSS എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ തന്നെ അല്ലേ ചാപ്റ്റർ ആയിട്ട് നോക്കുകയാണെങ്കിലും എന്താണ്, നമുക്കിത് പഠിക്കാനുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? യെസ്, നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, ഇന്ത്യയുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ ന്യൂഡൽഹിയാണ് അല്ലേ. ചിലപ്പോൾ മക്കൾക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ആകെ 28 സ്റ്റേറ്റ്സ് കേട്ടോ, 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഇതിനോടൊപ്പം 8 യൂണിയൻ ടെറിട്ടറീസ് അല്ലേ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ 28 സംസ്ഥാനങ്ങൾ അഥവാ സ്റ്റേറ്റ്സും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് എപ്പോഴാണ്? യെസ്, 1947 ഓഗസ്റ്റ് 15 അല്ലേ. 1947 ആണ്, ഓഗസ്റ്റ് 15 നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് അല്ലെ, ഫാദർ ഓഫ് ദ നാഷൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധി അല്ലേ, നമ്മുടെ ഗാന്ധിജിയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ പറയാൻ പോവാണ്. ഇന്ത്യയുടെ കറൻസി അല്ലേ, ഇന്ത്യയുടെ കറൻസി എന്നറിയപ്പെടുന്നത് നമ്മുടെ രൂപയാണ് കേട്ടോ. റുപ്പി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ രൂപയാണ്. അതുപോലെ നമ്മുടെ ആനിമൽ അല്ലേ, നാഷണൽ ആനിമൽ, നമ്മുടെ ദേശീയ മൃഗം എന്നറിയപ്പെടുന്നത് കടുവ അല്ലേ, നമ്മുടെ ടൈഗർ ആണ്. നാഷണൽ ഫ്ലവർ അഥവാ ദേശീയ പുഷ്പം എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ താമരയാണ് കേട്ടോ. നാഷണൽ റിവർ അഥവാ ദേശീയ നദി എന്ന് പറയുന്നത് നമ്മുടെ ഗംഗയാണ് അല്ലേ. ഗംഗയാണ് നമ്മുടെ നാഷണൽ റിവർ അല്ലെങ്കിൽ ദേശീയ നദി എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു നാഷണൽ ഫ്രൂട്ട് ഉണ്ട് അല്ലേ, ദേശീയ ഫലം എന്ന് പറയുന്നത് ഏതിനാണ്? നമ്മുടെ മാങ്ങ അല്ലേ, നമ്മൾ മാമ്പഴം എന്നാണ് പറയാറുള്ളത്. സോ നമ്മുടെ മാങ്കോ അല്ലെങ്കിൽ മാമ്പഴമാണ് നമ്മുടെ നാഷണൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ ട്രീ അല്ലേ, നാഷണൽ ട്രീ എന്ന് പറയുന്നത് നമ്മുടെ പേരാലിനെയാണ് കേട്ടോ. പേരാലിനെയാണ് നമ്മൾ നമ്മുടെ ദേശീയ വൃക്ഷമായിട്ട് നമ്മൾ പറയുന്നത്. യെസ്, അടുത്തത് നമ്മുടെ നാഷണൽ ഫ്ലാഗ് അല്ലേ, നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, 3 വർണ്ണങ്ങളുള്ള അല്ലേ, 3 നിറങ്ങളുള്ള ത്രിവർണ്ണ പതാകയാണ് നമുക്കുള്ളത് അല്ലേ. ട്രൈ കളർ ഫ്ലാഗ് ആണ് നമുക്ക് ഉള്ളത്. നെക്സ്റ്റ് നമ്മുടെ നാഷണൽ എംബ്ലം അല്ലേ, നമ്മുടെ ദേശീയ ചിഹ്നം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നമ്മുടെ അശോക സ്തംഭാണ് അല്ലേ, നമ്മുടെ അശോക സ്തംഭാണ്. നമ്മുടെ നാഷണൽ ആന്തം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? നമ്മുടെ ജനഗണമനയാണ് അല്ലേ. ഇനി നിങ്ങളോട് മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ നാഷണൽ സോങ്, നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് ഏതാണ്? അത് വന്ദേ മാതരമാണ് അല്ലേ. അപ്പോൾ വന്ദേ മാതരവും ജനഗണമനയും അല്ലേ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എന്താവാം, മാറിപ്പോവാം. നാഷണൽ ആന്തം ദേശീയ ഗാനം നമുക്ക് ഓർമ്മയുണ്ടാവും, അത് ഏതാണ്? അത് ജനഗണമനയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഒരെണ്ണം കൂടെ ഉണ്ട് അല്ലേ, വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു സോങ് നമുക്കുണ്ട്. അതാണ് നമ്മുടെ നാഷണൽ സോങ് അഥവാ നമ്മുടെ ദേശീയ ഗീതം എന്ന് വിളിക്കുന്നത്. റെഡി അല്ലേ? അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ നോക്കിയേ, നമ്മുടെ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ അല്ലേ, നമ്മുടെ ദേശീയ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നത് നമ്മുടെ ആനയാണ് കേട്ടോ. ആനയാണ് നമ്മുടെ പൈതൃക മൃഗം. അടുത്തത് നമ്മുടെ നാഷണൽ അക്വാറ്റിക് ആനിമൽ അല്ലേ, നമ്മുടെ ജലജീവി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗംഗാ ഡോൾഫിൻ ആണ് കേട്ടോ. ഓർത്തു വെക്കണേ, ഗംഗാ ഡോൾഫിൻ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ഇതാ നമ്മുടെ നാഷണൽ ബേർഡ് അല്ലേ, നമ്മുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മയിലാണ് അല്ലേ, നമ്മുടെ പീക്കോക്ക് ആണ്. നാഷണൽ ഗെയിം എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇന്ത്യയുടെ ദേശീയ ഗെയിം അല്ലേ, ദേശീയ കായിക വിനോദം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോക്കിയാണ് കേട്ടോ, ഹോക്കിയാണ്. അടുത്തത് നമുക്ക് ഇതാ കുറച്ച് സ്റ്റേറ്റ്സും അതിൻ്റെ കലാരൂപങ്ങൾ അല്ലേ, അതിനകത്തുള്ള ഡാൻസ് ഫോംസ്, രൂപങ്ങൾ ഏതാന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. നോക്കിയേ, ആദ്യത്തെ തന്നെ നമ്മുടെ കേരളമാണ് കേട്ടോ. കേരളത്തിൻ്റെ നൃത്തരൂപം എന്ന് പറയുന്നത് ഏതാണ്? യെസ്, അത് മോഹിനിയാട്ടമാണ് കേട്ടോ. നമ്മുടെ മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ നൃത്തരൂപം. തമിഴ്നാട്ടിലേക്ക് വരുന്ന സമയത്ത് അത് ഭരതനാട്യമാണ് കേട്ടോ. ഭരതനാട്യമാണ് തമിഴ്നാട്ടിലുള്ളത്. ആന്ധ്രാപ്രദേശിലുള്ളത് കുച്ചിപ്പുടിയാണ്. ഇത് മാത്രമേ അവിടെ ഉള്ളൂ എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഓരോരോ സംസ്ഥാനങ്ങൾക്കും എന്താണ്? യെസ്, സംസ്ഥാനത്തിന് ഒരു നൃത്തരൂപമുണ്ട്. അതാണ് നമ്മളിപ്പം നോക്കുന്നത് കേട്ടോ. യെസ്,
അടുത്തത് ഒഡീഷ എന്ന് പറയുന്ന സമയത്ത് ഒഡീസിയാണ് കേട്ടോ. ഒഡീസിയാണ് അവിടുത്തെ നൃത്തരൂപം. കർണാടകയിലാണ് നമ്മുടെ യക്ഷഗാനം കളിക്കുന്നത്. സോ യക്ഷഗാനമാണ് കർണാടകയിലെ നൃത്തരൂപം. ഗുജറാത്തിൽ നമ്മുടെ ഗർഭയാണ്. അതുപോലെ അസ്സാമിൽ നമ്മുടെ സത്രിയ അല്ലെ, സത്രിയ എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് ഉള്ളത്. റെഡി അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ്, കുറച്ച് കാര്യങ്ങളാണ്. എന്നാൽ ഇതെന്തല്ല, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോൾ എന്താവണമെന്നില്ല, ഓർത്തെടുക്കണമെന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇതേപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.